ഞങ്ങളങ്ങോട്ട് പോയിക്കോട്ടെ. കാണണില്ല ഈ ഇരുട്ടത്ത്. തന്നപ്പോഴെല്ലാരും ഇങ്ങനെ ഇരുട്ടത്ത് കുത്തിരിക്കണേ. അതെ, ഒന്ന് ലൈറ്റ് ഇടോ. ഞാൻ വരാനിതിന് വൈകി പോയി. ഞാൻ നേരത്തെ വന്നല്ലേ. ഒന്നും വിചാരിക്കരുതട്ടോ. എന്താ ഇയാള് ഞമ്മളെങ്ങനെ സൂക്ഷിച്ചു നോക്കണേ? ഞാൻ മനസ്സിലായില്ല. ഞമ്മളെ സൈനബ. ഹാന്ന് അതന്നെ, മുച്ചീട്ട് കളിക്കാരന്റെ മകളിലെ സൈനബന്നെ. അതോ ബാപ്പല്ല പോണത്. മൂപ്പര് ഇവിടെ എത്തിനപ്പേ ഇതെപ്പോഴേ കാണണ്ട. അതാ പുറത്തേക്ക് പോകുന്നു. ഹാവൂ, സമാധാനായി. പോയിക്കോട്ടെ പോയിക്കോട്ടെ. എപ്പോഴത്തെ സംഘാടകര് എവിടെ? ആരാ നിങ്ങളാ? ഞമ്മൾ എങ്ങോട്ട് പിടിപ്പിച്ചപ്പോഴേ ഞമ്മള് പറഞ്ഞില്ലേ ബാപ്പ എവിടെങ്ങാനും വരൂച്ചാലേ ഞമ്മ വരൂലെന്ന്. നിങ്ങളല്ലേ പറഞ്ഞത് ബാപ്പ ഒന്നും വരൂല, ഒരു സ്ത്രീ കഥാപാത്രങ്ങൾ മാത്രമേ വരൂന്ന്. അതെ, എന്താന്നറിയോ, ഞമ്മളെ വെട്ടി നുറുക്കി കോഴി ബിരിയാണി വെക്കുന്നു പറഞ്ഞ് നടക്കുക മൂപ്പര്. എന്തിനാണോ ഞമ്മളെ മുത്തപ്പാനെ നിക്കാതെ കഴിച്ചിട്ടുണ്ട്. മൂപ്പരാക്ക് ഞമ്മന്റെ കെട്ടിയ മുത്തപ്പാനെ കണ്ണിന്റെ നേർക്ക് കണ്ടുകൂടാ. നിങ്ങൾക്കറിയാലോ എന്തൊക്കെ പൂക്കാറുണ്ടാക്കിയിട്ടാണ് ഞമ്മള് മുത്തപ്പാനെ കെട്ടിയിരുന്നു. ഇപ്പൊ ദേഷ്യം മുഴുവൻ എന്നോടാ. എന്താണോ മൂപ്പരെ മുച്ചീട്ടുകളിൽ പൊട്ടിച്ചത് ഞമ്മളായിരുന്നല്ലോ. അതിന്റെ ദേഷ്യം ആര്? അതുപോലെ ഇപ്പൊ നിങ്ങളെല്ലാരും നല്ല പത്രാസിലാണല്ലോ കുത്തിരിക്കുന്നേ. നല്ല കൂട്ടാട്ടോ. ഇത് കോഴിക്കോട് അങ്ങാടിന്ന് വാങ്ങിയതാ. നിങ്ങളെന്താ ചിരിക്കണ്? ഇത് ഞമ്മള് പെണ്ണുങ്ങളെ വിശേഷം പറഞ്ഞതാട്ടോ. ഞമ്മൾ അവിടെ ഇച്ചോരങ്ങളൊന്നും കിട്ടൂലാട്ടോ. നല്ലത് എന്തേലും കൊടുത്തു തരണം നിന്റെ എനിക്ക്. വലിയ വലിയ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലല്ലേ. എന്താ പറയാ, ചായമക്കാരന് ചെറുക്കൊന്ന് ചാടിപ്പാഞ്ഞ് വന്നതല്ലേ, അതുകൊണ്ടാ ഇങ്ങനെ. അല്ല, ആൾക്കാരൊക്കെ എവിടെ പോയി? പാത്തുമത്താത്തയും സാറാമയും സുഹറയും നാരായണിയും ഇതുപോലെ